ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 15 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, 2034 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2034 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. 2022 ഖത്തറായിരുന്നു ആതിഥേയത്വം വഹിച്ചത്. അതിനുശേഷം വീണ്ടും ഗൾഫ് മേഖലയിൽ ആദ്യമായിട്ടാണ് ലോകകപ്പ് എത്തുന്നത്. 2027 വനിതാ ലോകകപ്പ് ബ്രസീലിലായിരിക്കും. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ ബ്രിട്ടനിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? 2024 ഡിസംബറിൽ ബ്രിട്ടനിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഡാറ. 145 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. ഇതിനു മുമ്പ് ആഷ്ലി, ബർട്ട്, കോണൽ അങ്ങനെയൊക്കെയുള്ള ചുഴലിക്കാറ്റ് വീശിയടിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ വർഷം തന്നെ ഉണ്ടായ ചുഴലിക്കാറ്റുകളാണ്, കൊടുങ്കാറ്റുകളാണ് ആഷ്ലി, ബർട്ട്, കോണൽ എന്നിവ. അപ്പോൾ അതിനുശേഷം ഈ വർഷം അടിച്ച 4ാമത്തെ കൊടുങ്കാറ്റാണ് ഡാറ. അടുത്ത ചോദ്യം, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഗുകേഷ് ദൊമ്മരാജു ആണ്. ഗുകേഷ് ദൊമ്മരാജു. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ചെസ് താരം ഗുകേഷ് ദൊമ്മരാജു ആണ്. ഗുകേഷ് ദൊമ്മരാജു. അതേപോലെ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദി ചോദിക്കുകയാണെങ്കിൽ അത് സിംഗപ്പൂർ. ഇതിനു മുമ്പ് വിശ്വനാഥൻ ആനന്ദായിരുന്നു ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരം. ഇപ്പോൾ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരമാണ് ഗുകേഷ്. അടുത്ത ചോദ്യം, ഒക്ടോബർ 1 അന്തരിച്ച ബിബേക് ദേബ് റോയ് ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു? ഒക്ടോബർ 1 അന്തരിച്ച ബിബേക് ദേബ് റോയ് ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായിട്ടുള്ള വ്യക്തിയായിരുന്നു ബിബേക് ദേബ് റോയ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി ചെയർമാനുമായിരുന്നു ബിബേക് ദേബ് റോയ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ഒക്ടോബർ 31 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വിയോഗത്തിന് എത്ര വർഷം തികഞ്ഞു? 2024 ഒക്ടോബർ 31 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വിയോഗത്തിന് എത്ര വർഷം തികഞ്ഞു എന്ന് വെച്ചാൽ 40 വർഷമാണ്. 2024 ഒക്ടോബർ 31 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വിയോഗത്തിന് എത്ര വർഷമായി? 40 വർഷമായി. 1917 നവംബർ 19 അലഹാബാദിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ജനനം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ശക്തി പകരുന്നതിനായി നടത്തിയ ഏത് ജാഥയ്ക്കാണ് 2024 നവംബർ 1 100 വർഷം തികഞ്ഞത്? സവർണ ജാഥയ്ക്കാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-25 അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ശക്തി പകരുന്നതിനായിട്ട് നടത്തിയ ഏത് ജാഥയ്ക്കാണ് 2024 നവംബർ 1 100 വർഷം തികഞ്ഞതെന്ന് ചോദിച്ചാൽ സവർണ ജാഥയാണ്. 1924 നവംബർ 1 മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ അധസ്ഥിത വിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യവുമായി വൈക്കത്തു നിന്നുമാണ് സവർണജാഥ പുറപ്പെട്ടത്. 11 അത് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് എത്തി. അതേപോലെ തന്നെ തെക്കൻ ജാഥ ഉണ്ടായിരുന്നല്ലേ, ഡോക്ടർ എം ഇ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച തെക്കൻ ജാഥയും അതേ ദിവസം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 1924-25 മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ശക്തി പകരുന്നതിനായിട്ട് നടത്തിയ ഏത് ജാഥയാണ്? സവർണ ജാഥയ്ക്കാണ് 2024 നവംബർ 1 100 വർഷം തികഞ്ഞത്. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ വൈക്കത്ത് നവീകരിച്ച പെരിയാർ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? 2024 ഡിസംബറിൽ വൈക്കത്ത് നവീകരിച്ച പെരിയാർ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് MK സ്റ്റാലിനാണ്. MK സ്റ്റാലിൻ നമുക്കറിയാലോ, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ. അടുത്ത ചോദ്യം, വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ 2024 മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? വിമൻസ് ടെന്നീസ് അസോസിയേഷൻ്റെ
2024 മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹയായത് ആര്യാന സബലേങ്കയാണ്. ആര്യാന സബലേങ്ക ബെലറൂസ് താരമാണ് ആര്യാന സബലേങ്ക. ഓക്കെ, താങ്ക് യു.